നിങ്ങൾ ബേപ്പൂരിലെ വോട്ട് പരിശോധിച്ചാൽ എങ്ങനെയാണ് ഞാൻ പരാജയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് UDFന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാവടക്കം എന്നോട് പറഞ്ഞു, നമുക്കൊരു സേഫർ സീറ്റ് നോക്കുകയല്ലേ നല്ലത്. കോഴിക്കോട്ടെ MP ശ്രീ രാഘവേട്ടൻ UDFന്റെ ആദ്യത്തെ പൊതുയോഗത്തിൽ ഫറൂഖിൽ വെച്ച് നടന്ന യോഗത്തിൽ അദ്ദേഹം പരസ്യമായി പറഞ്ഞു, അൻവർ നിങ്ങൾ ഇവിടെ മത്സരിക്കാൻ വരരുത് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടും അതല്ല, ഞാൻ ഇവിടെ മത്സരിക്കൂ എന്ന് പറഞ്ഞു വന്ന് വാങ്ങിയതാണ്. അതുകൊണ്ട് UDF പ്രവർത്തകർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ആ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു പോകുമ്പോൾ എനിക്ക് ചെറിയ ആശങ്കയില്ലായികയില്ല. പക്ഷേ ആ ആശങ്കയുണ്ടായിട്ടും എൻ്റെ കുടുംബം, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ബന്ധുക്കൾ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അടുത്ത ആളുകൾ മുഴുവൻ പറഞ്ഞു ബേപ്പൂരിലേക്ക് പോകരുത്. പക്ഷേ എനിക്കൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ആ ഉദ്ദേശം സഫലമായി. എനിക്കുണ്ടായിരുന്ന ആശങ്ക BJPയുമായിട്ടുള്ള ഇവരുടെ അഡ്ജസ്റ്റ്മെന്റ് ഞാനും ഭയപ്പെട്ടിരുന്നു. ഇപ്പം തെരഞ്ഞെടുപ്പ് റിസൾട്ട് നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. വളരെ കൃത്യമാണ്. കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 26,500 ചില്ലാനം വോട്ടാണ് BJPക്ക് ഈ പറയുന്ന ബേപ്പൂർ മണ്ഡലത്തിലുണ്ടായിരുന്നത്. ആ വോട്ടിൽ നിന്ന് ആകെ വർദ്ധിച്ചിരിക്കുന്നത് 230 വോട്ടാണ്. 26,543 വോട്ട് മാത്രമാണ് BJPക്ക് 21-ൽ കിട്ടിയ വോട്ട്. 19,700 വോട്ട് അവിടെ വർദ്ധിച്ചു. 1,65,000 വോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പോൾ ചെയ്തതെങ്കിൽ ഇപ്രാവശ്യം 1,86,000 ചില്ലാനം വോട്ടുകൾ ബേപ്പൂർ മണ്ഡലത്തിൽ പോൾ ചെയ്യപ്പെട്ടു. ആ പോൾ ചെയ്യപ്പെട്ടിട്ട് പോലും ഒരു വോട്ട് പോലും BJPക്ക് വർദ്ധിച്ചിട്ടില്ല ബേപ്പൂരിൽ. നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ പാർട്ടിയുടെ ഉന്നതനായ നേതാവ്, BJPയുടെ ഉന്നതനായ നേതാവ് അമിത്ഷാ ആകെ വന്നത് ബേപ്പൂരിലാണ്. അമിത്ഷാ അടക്കം ബേപ്പൂരിൽ വന്നിട്ട് അവരുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിച്ചിട്ട് ഒരു വോട്ട് പോലും വർദ്ധിക്കാൻ ഈ പറയുന്ന 21-ൽ BJPക്ക് വാങ്ങിയ വോട്ടിൽ നിന്ന് പിന്നീടുണ്ടായ ഈ 19,000 വോട്ടിൽ നിന്ന് ഒരു വോട്ട് പോലും BJPക്ക് വർദ്ധിച്ചിട്ടില്ല എന്ന കണക്കൊരു ഭാഗത്ത് നിൽക്കുകയാണ്. മുഹമ്മദ് റിയാസ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, സ്വകാര്യമായി പറഞ്ഞത്. ഞാനന്ന് മാധ്യമങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞതാണ്, 25,000 ഉറുപ്പിക ഒരു വോട്ടിന് കൊടുത്തിട്ടാണെങ്കിലും PV അൻവറിനെ ഞങ്ങൾ ഇവിടെ തോൽപ്പിക്കും. അദ്ദേഹം പറഞ്ഞതാണ്. ആ പറഞ്ഞത് അന്വർത്ഥമാക്കി BJPയുടെ വോട്ട് എത്ര വോട്ട് മറിഞ്ഞിട്ടുണ്ട് എന്ന് ഈ കണക്കുകൾ കേരളത്തിലെ ജനങ്ങളോട് പറയും. അപ്പോൾ അതിനു പുറമെ 7,000 ചില്ലാനം വോട്ടിനാണ് ഞാൻ പരാജയപ്പെടുന്നത്. 1,800ഓളം വോട്ടുകൾ ഈ പറയുന്ന അപരന്മാർ പിടിച്ചിട്ടുണ്ട്. അപരന്മാർ. അപ്പോൾ ഒരു ജനാധിപത്യത്തെ ഏത് രീതിയിലാണോ എന്നെ പരാജയപ്പെടുത്താൻ സാധിക്കുക, അതിന്റെ എല്ലാ വഴികളും തേടി. അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുണ്ട്, പണമുണ്ട്, മറ്റു സംവിധാനങ്ങളുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് നിർത്തി കേരളം ആകെ പരാജയപ്പെട്ടാലും ബേപ്പൂര് വിജയിച്ചെടുക്കുക എന്ന, പിണറായിയുടെ മരുമകനെ രക്ഷിക്കുക എന്ന രാഷ്ട്രീയമാണ് അവിടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ അദ്ദേഹം ടെക്നിക്കലി ജയിച്ചിരിക്കുകയാണ്. ആ ടെക്നിക്കലിയുള്ള ജയത്തിനപ്പുറം ഒരു ധാർമ്മികമായ ജയം അദ്ദേഹത്തിന് ഒരു നിലക്കും അവകാശപ്പെടാൻ പറ്റില്ല. പക്ഷേ ഇത് ജനങ്ങളോട് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും ആ ജനവിധിയെ ഞാൻ അംഗീകരിക്കുകയാണ്. അപ്പം ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു അനലൈസേഷൻ കൃത്യമായി നിങ്ങൾ നടത്തണം. മറ്റുള്ള ചില കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. എന്തുകൊണ്ട് BJPയുടെ വോട്ട് കുറഞ്ഞു, BJPക്ക് വോട്ട് വർദ്ധിച്ചില്ല എന്ന രാഷ്ട്രീയം ഇവിടെ ഈ സംസ്ഥാനത്തൊട്ടാകെ BJPയും CPMും ചില സീറ്റുകളിലുണ്ടാക്കിയ ധാരണയെക്കുറിച്ച് കൃത്യമായി പല ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്നു അത് വിജയിക്കാൻ പോകുന്നില്ല ചില സ്ഥലങ്ങളിലല്ലാതെ. അത് തന്നെ ഇവിടെ ക്ലിക്കായി. ആലപ്പുഴ ജില്ലയിൽ സർവേയിൽ കൃത്യമായും പറഞ്ഞ അതേപോലെ ഒരു മാറ്റവും ഇല്ല. കാസർഗോഡ് ജില്ലയിൽ ഒരാളെ ജയിക്കൂ എന്ന് കൃത്യമായി പറഞ്ഞതാണ്. അത് തന്നെയാണ് അവിടെ. കാഞ്ഞങ്ങാട് മാത്രമാണ് ജയിച്ചിരിക്കുന്നത്. കണ്ണൂർ ജില്ല എടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാലും 2 സഖാക്കളും ജയിക്കും എന്ന് കൃത്യമായി പറഞ്ഞതാണ്. അങ്ങനെ ഓരോന്നും കോഴിക്കോട്ടേക്ക് വന്നാൽ മലപ്പുറത്ത് 16 സീറ്റും. എന്തായിരുന്നു പാർട്ടി സെക്രട്ടറി നേതാക്കന്മാരും പറഞ്ഞിരുന്നത്? PV അൻവർ പോയിട്ട് ഒരു രോമം പോയിട്ടില്ല മലപ്പുറത്തുനിന്ന്. PV അൻവർ പോയിട്ട് ഒരു രോമം പോയിട്ടില്ല എന്ന് പറഞ്ഞ മലപ്പുറത്ത് 35 കൊല്ലം മുമ്പുള്ള CPMന്റെ അവസ്ഥയിലേക്ക്, വട്ടപൂജ്യത്തിലേക്ക് മലപ്പുറത്ത് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിലപ്പുറമുള്ള ഒരു വിജയനി എന്താ വേണ്ടത്? കേരളത്തിലുടനീളം ഈ ഒരു ചർച്ച, ഈ വ്യക്തിയുടെ, ഈ ഏകാധിപത്യത്തിന്റെ, ഈ തൊഴിലാളി വിരുദ്ധ നിലപാടിന്റെ പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷമാണ്,
സർവശക്തനായ ദൈവത്തിന് അൽഹംദുലില്ലാ ഞാൻ സ്തുതി പറയുകയാണ്. ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ടില്ല എനിക്ക് ജയിക്കാനുള്ള പോരാട്ടത്തിന് ഇറങ്ങിയാനല്ല ഞാൻ. അങ്ങനെയാണെങ്കിൽ എനിക്ക് രാജിവെച്ചു വരണ്ട. പിന്നീടുള്ള ഓഫറുകൾ ഞാൻ സ്വീകരിച്ചിട്ടില്ല. ഈ പോരാട്ടം ഇത് കേരളത്തിലെ മതേതര സമൂഹത്തിന്, വളർന്നു വരുന്ന സമൂഹമുണ്ട് ഇവിടെ, ചെറുപ്പക്കാർ, നമ്മളൊക്കെ മാന്യമായി ജീവിച്ചിവിടെ എത്തി. അത് ഇവിടുത്തെ കമ്മ്യൂണൽ ഹാർമണിയായിരുന്നു. ആ ഹാർമണിയെ കേവലം രാഷ്ട്രീയത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി മാത്രം, പിണറായി എന്ന് പറയുന്ന വ്യക്തി ഒരു കുടുംബത്തിന് വേണ്ടി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒറ്റുകൊടുത്തു, ഇവിടുത്തെ ഇടതുപക്ഷത്തെ ഒറ്റുകൊടുത്തു. അത് തിരിച്ചറിഞ്ഞ സഖാക്കൾ തിരിച്ചടിച്ചു. അതാണ് അതിൽ അങ്ങേയറ്റം ഞാൻ സന്തുഷ്ടനാണ്. പത്രമാധ്യമ പ്രവർത്തകർ എന്തൊക്കെ പറഞ്ഞാലും എല്ലാ ഘട്ടങ്ങളിലും പിണറായി സവുമായി ഏറ്റുമുട്ടി ഞാൻ നിയമസഭാ സാമാജികത്വം രാജിവെച്ച് ഇറങ്ങിയ അന്ന് തൊട്ട് ഈ നിമിഷം ഇപ്പോഴും ഞാൻ പരാജയപ്പെട്ടിട്ട് ഉണ്ട് എന്ന് കൃത്യമായി അറിഞ്ഞിട്ട് പോലും നിങ്ങൾ എന്നെ വന്ന് കാണുകയും എനിക്ക് പറയാനുള്ളത് കേൾക്കുകയും ചെയ്യാനുള്ള മനസ്സ് കാണിച്ച കേരളത്തിലെ മുഴുവൻ പത്രമാധ്യമങ്ങൾക്കും ഹൃദയപൂർവ്വം നന്ദിയും സ്നേഹവും ആദരവും അറിയിക്കുന്നു.